മോർണിംഗ് ലീഡേഴ്സ്. ഇതൊരു നമ്മളുടെ ഡെമോൺസ്ട്രേഷൻ ആണ് ഇവിടെ കാണിച്ചത്. ഇത് ആക്ച്വലി നമ്മുടെ വെസ്റ്റീജിന്റെ അഗ്രി പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുള്ള വ്യത്യാസങ്ങളാണ് കാണുന്നത്. രണ്ടും നല്ല ഡിഫറൻസ് ഉണ്ട്. ഇത് വെസ്റ്റീജിന്റെ അഗ്രി പ്രൊഡക്റ്റ് ഉപയോഗിക്കാത്ത നെല്ലും ഇത് ഉപയോഗിച്ചതില്ല. ആക്ച്വലി ഇതൊരു 90 ദിവസമായ 30 ദിവസമായ വളർച്ചയാണ്. ഇതിന് രണ്ട് സ്ഥലത്ത് ഇങ്ങനെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിന് തുടക്കത്തിലേ നമ്മളെല്ലാം അപ്ലൈ ചെയ്തിരുന്നു. ഫസ്റ്റ് കൊടുത്തത് അഗ്രി നമ്മൾ ആക്ച്വലി നെല്ല് കൃഷി ആയതിന് അത് വിത്തിട്ടതിന് ശേഷമാണ് നമ്മൾ അറിയുന്നത് കൃഷി തുടങ്ങിയിട്ടുള്ളത്. ആ സമയത്താണ് കൊടുത്തത്. ആ സമയത്ത് നമ്മൾ കൊടുത്തത് സ്പ്രേ ആണ് ചെയ്തത്. അതിനൊരു വാട്ടം കണ്ടിട്ട് അഗ്രി കർഷകൻ നമ്മളോട് ചോദിച്ച സമയത്താണ് നമ്മളായിട്ട് നല്ല കുറയ്ക്കുന്നത്. അങ്ങനെ കൊടുത്തത് അഗ്രി ഹ്യൂമിക്, അഗ്രി പ്രൊട്ടക്ക്, പിന്നെ നമ്മുടെ അഗ്രി, ഈ മൂന്നെണ്ണമാണ് സ്പ്രേ ചെയ്തത്. അപ്പോൾ അത് സ്പ്രേ ചെയ്ത സമയത്ത് എനിക്ക് മഞ്ഞ കളർ ഉണ്ടായിരുന്നു. ഇത് കണ്ട ഇതുപോലെ മഞ്ഞ എല്ലാ ഇലയും തെറ്റം മഞ്ഞായിട്ട് മുകളിൽ നോക്കുന്ന സമയത്ത് നല്ല മഞ്ഞ കളറായിരുന്നു ഉണ്ടായിരുന്നു. ഈ ഇല ഇത് തെറ്റം കരിഞ്ഞ് കാണുന്നില്ലേ, ഇതുപോലെ മഞ്ഞായിരുന്നു ഉണ്ടായിരുന്നത്. അത് നമ്മൾ ഫസ്റ്റ് സ്പ്രേ ചെയ്ത സമയത്ത് നമ്മൾ ഒരു 2 ആഴ്ച കഴിഞ്ഞ് ചെന്ന് നോക്കി. പക്ഷെ നമുക്ക് അങ്ങനെ വലിയ ഡിഫറൻസ് തോന്നിയില്ല. കാരണം ഈ മഞ്ഞ അങ്ങനെ തന്നെ അവിടെ ഉണ്ടല്ലോ. ഓക്കെ, നമുക്ക് ഡിഫറൻസ് തോന്നിയില്ല. അപ്പം നമ്മൾ ഇത് റിസൾട്ട് വന്നില്ല. പക്ഷെ ആ കർഷകൻ വളരെ, കാരണം അവർക്ക് കൃഷി ശരിക്കും നല്ലോണം അറിയാം. അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പൊ അദ്ദേഹം എന്താ പറഞ്ഞത്, നമ്മൾ എന്താ നിങ്ങൾ ഇങ്ങനെ നല്ലതാണെന്ന് പറയുന്നത്, അദ്ദേഹം ഒരു അത് അവിടെ നിന്ന് വിളിച്ചിട്ട് കാണിച്ചിട്ടുണ്ട്. ഇതിന്റെ കട കണ്ട ഇത് നല്ല ഹെൽത്തിയാണ്, പക്ഷേങ്കിൽ സാധാരണ ഇത്രയും ഹെൽത്തി ആയിട്ടുണ്ടാകും. അത് അവർക്ക് നമുക്ക് എന്നൊരു കോൺഫിഡൻസ് ആകും. അതിനുശേഷം അദ്ദേഹം എല്ലാ പ്രോഡക്റ്റും ഉപയോഗിക്കുന്നത്. ആക്ച്വലി 1 ഏക്കർ മാത്രം ചെയ്യാൻ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞ എല്ലാ പാടത്തും ഉപയോഗിച്ച് നമുക്ക് ഫുൾ അപ്ലൈ ചെയ്തു. അങ്ങനെ കൊടുത്തു. ഒരു സ്ഥലത്ത് മാത്രം അപ്ലൈ ചെയ്തു. മറ്റുള്ള അവരുടെ കൂട്ടുകാരൊന്നും അത് ചെയ്തില്ല. ആ കൂട്ടുകാർ ചെയ്ത ചെടിയാണിത്. അവർ കൊടുക്കാത്തത് കൊണ്ടുള്ള വളർച്ച. അതിനുശേഷം 2 ആഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ ചെന്ന സമയത്ത് നമ്മൾ തന്നെ ചെടിയിട്ടുണ്ട്. കാരണം വളരെ ഇവർ ഇത് പാട്ടത്തിനാണ് കൊടുത്തത്, നെല്ല് പറിച്ച് നടന്നത്. അവരെന്ത് ചെയ്ത് അളവെന്നല്ല, 1 ഏക്കറിന് ഇത്ര കണക്ക്. അവരെന്ത് ചെയ്ത് ദൂരെ കൊണ്ടുപോയിട്ടാണ് നട്ടത്. എന്നിട്ട് ഒരു കാട്ടം ചെയ്തുകൊണ്ട് തന്നെ അവർ ക്യാൻസൽ ചെയ്തോ പാട്ടം. മറ്റേ ഇതിനെടുക്കൂല, കോൺട്രാക്ട് എടുക്കും. അതുകൊണ്ട് അവർ ക്യാൻസൽ ചെയ്തു. അപ്പൊ നമുക്കൊരു വിഷമം ഉണ്ടായിരുന്നു. അവർ വളരെ അകലത്തിലല്ലേ ഇല്ലത്. പക്ഷെ ഈ കണ്ടത്ത് പോയ സമയത്ത് ഒരു ഗ്യാപ്പ് പോലും ഇല്ലാതെ അങ്ങനെ തളർത്ത് വളർന്നു നിൽക്കുക. അതേസമയത്ത് ഇവിടെ പോയത് ശരിക്കും വെള്ളം ശരിക്കും കാണാം. ഓരോ സ്ഥലത്ത് ഇങ്ങനെ മാറിയിട്ടുണ്ട്. ഇതാണ് ഈ ഡിഫറൻസ്. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു കട ഞാൻ പൊരിച്ചോട്ടെ നിങ്ങൾ, കാരണം ഒരു കർഷകരെ സംബന്ധിച്ചുള്ള ഒരു കൃഷി, ഒരു ചെടി പൊരിക്കാന്ന് പറഞ്ഞാൽ വളരെ വിഷമം. പക്ഷെ അവർക്ക് ഒരു ഇതുണ്ടായിരുന്നു, ധൈര്യമായിട്ട് കൊടുക്കണം. അങ്ങനെ പൊരിച്ച് ഇത് എടുത്തു. ആ കൊടുക്കാത്ത സ്ഥലത്ത് നിന്ന് എടുത്തതാണ് ഇതിന്റെ റിസൾട്ട്. ഇതിൽ ഘട്ടമായിട്ട് നമ്മൾ കുറെ പ്രോഡക്റ്റ് ഇത് ചെയ്തിട്ടുണ്ട്. അതായത് വെസ്റ്റിന്റെ എല്ലാ പ്രൊഡക്റ്റും ഓൾമോസ്റ്റ് ഒന്നൊഴിച്ചിട്ട് അഗ്രി അക്വാ ജെൽ ഒഴിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ പ്രൊഡക്റ്റും നമ്മൾ ഓൾമോസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിനുള്ള ഡിഫറൻസ് ആയിട്ട് ഇന്ന് കർഷകൻ വളരെ ഹാപ്പിയാണ്. അദ്ദേഹം പറയുന്നത് ഞാനിത് തുടക്കത്തിലെ സംശയത്തോടു കൂടിയേ ചെയ്തു. പക്ഷെ ഇനി എൻ്റെ അടുത്ത ഒരു വിളവിന് ഞാൻ തുടക്കം മുതൽ മുഴുവൻ നിങ്ങൾക്ക് തരികയെന്ന് പറഞ്ഞു. ഇതാണ് സാധ്യത. അത്രയും വലിയ സാധ്യത ഇവിടെ കിടക്കും. സാറേ, ആ ഒരു കതിരിന്റെ സെറ്റ് ഉണ്ടല്ലോ, അത് എത്രയായിരുന്നു? അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, നമ്മളിത് നട്ട സമയത്ത് ആക്ച്വലി അവർ നട്ടത് സാധാരണ കൃഷി ചെയ്യുന്ന സമയത്ത് ഒരു 8 നെല്ലാണ് ഒന്നിച്ചിട്ട് നടുക. ഓക്കെ, മൊത്തത്തിൽ നിന്ന് പറിച്ചിട്ട് ഒരു 8 നെല്ല്. ഇതിലും സെയിം 8 നെല്ലാണ് നമ്മൾ കൊടുത്തിട്ടിരുന്നത്. ഇപ്പൊ നമ്മൾ എണ്ണി നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ കാണാം. ഇതാ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. ബാക്കി 1, 2 എണ്ണം ഇതുണ്ട്. 12, 13 എണ്ണം ഇതിനകത്തുണ്ട്. അതേ സ്ഥാനത്ത് അതേ അളവിൽ നട്ട സ്ഥാനത്തിൽ നമുക്കൊന്ന് എണ്ണി വെക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27. നമ്മൾ ഇവിടെ കൊണ്ടുപോകുമ്പോ 23 ഉണ്ട്. ഇപ്പൊ 26 ആയിട്ടുണ്ട് കേട്ടോ. 4 കണ്ട, ഇതൊക്കെ പുതിയ വന്നിയാ. ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല. എത്രമാത്രം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണെന്നറിയാം. ശരിക്കും പറഞ്ഞാൽ ആരും ഇത് മനസ്സിലാക്കാതെ കർഷകൻ എന്നും ദരിദ്രനായി പോവുകയും ചെയ്തത്. നിങ്ങൾ അറിയാവുന്ന കർഷകർക്ക് ഇത് ശരിക്കും പറഞ്ഞു കൊടുക്കുക. അവർക്ക് നല്ല വരുമാനം. ഇതാ നമ്മൾ പാടത്തുനിന്ന് എടുത്ത ഫോട്ടോ ആണിത്. ഇതാണ് ഈ ചെടികളിലെ ഫോട്ടോ. ഇത് ഈ ചെടികളിൽ കണ്ട വ്യത്യാസം കണ്ട. ഇവിടെ നമുക്ക് നിലം കാണാനില്ല, പക്ഷെ ഇവിടെയോ ഇത്രയും ബ്യൂട്ടിഫുൾ ആയ പ്രോഡക്റ്റാണ്. പക്ഷെ വളരെ കൃത്യമായിട്ട് വെസ്റ്റീജ് എന്താണോ പറയുന്നത് അതേ രീതിയിൽ അപ്ലൈ ചെയ്യാം. അപ്പൊ എല്ലാവർക്കും നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെല്ലാം നമ്മൾ ജീവിച്ചിരിക്കുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് അല്ലേ. ആ ഭക്ഷണം ഉണ്ടാക്കുന്ന ഫാർമർ
നിലനിൽക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് ഫാർമേഴ്സ് ഒക്കെ ഇല്ലാണ്ടായി പോകുന്നതിന്റെ മെയിൻ റീസൺ ഒറ്റ കാരണയിലും അവർക്ക് കൃഷി ചെയ്തിട്ട് അവർക്ക് ആദായകരമായി കിട്ടുന്നില്ല. പക്ഷെ ഇവിടെ നിങ്ങൾ വെസ്റ്റിന്റെ പ്രൊഡക്റ്റ് ശരിക്കും പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ കർഷകർ രക്ഷപ്പെടുമ്പോഴും കൂടെ നമ്മളുടെ ആരോഗ്യം കൂടെ നമുക്ക് നല്ല നിലയിൽ ഉണ്ടാക്കണം. അങ്ങനെ സംഭവിക്കട്ടെ.